ഹായ് ഫ്രണ്ട്സ്, അറഫ്ത സീരീസിലെ 14ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വൈകിപ്പിക്കാതെ തന്നെ നേരെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അത്തേഷിൻ്റെ മേജനെയും കാണിച്ചുകൊണ്ടാണ്. അത്തേഷിന് നല്ല ദേഷ്യം വന്നിരിക്കുകയാണ്. നീ ഇങ്ങനെ ഒരു ഡീൽ ചെയ്യുന്നതിന് മുമ്പ് എന്നോട് നീ ചോദിച്ചായിരുന്നോ? ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, ഞാനെന്തിനാണ് നിന്നോട് ചോദിക്കുന്നത്? എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ അത്തേഷ് അവളോട് പറയും, നീ ഇരിക്കുന്ന ചായക്കപ്പ് കണ്ടില്ലേ, അത് നീ ഇവിടുന്ന് എടുത്ത് മാറ്റണമെങ്കിൽ പോലും നീ എന്നോട് അനുവാദം ചോദിക്കണം, മനസ്സിലായോ നിനക്ക്? ഇതെല്ലാം കേൾക്കുമ്പോൾ മേജനൊന്നും പറയാതെ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇതെല്ലാം കാണുമ്പോൾ അത്തേഷ് ആ ചായക്കപ്പ് എടുത്ത് ഇറങ്ങി പൊട്ടിക്കുകയാണ്. മേജൻ, ഞാൻ ഇപ്പോഴും എൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ പേടിച്ച് അവിടെ തന്നെ നിൽക്കും. നീ എൻ്റെ കമ്പനിയിലെ വെറും ഒരു ജോലിക്കാരി മാത്രമാണ്. ഇപ്പോൾ ആ കമ്പനി ഞാനാണ് നോക്കി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് ഒറ്റക്കായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. എന്നോട് എല്ലാ കാര്യങ്ങളും നീ ചോദിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ തിരിച്ച് സംസാരിക്കാൻ നിൽക്കായിരിക്കും. അത്തേഷ് പറയും, ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി മര്യാദക്ക് ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് അവൾ ആ റൂമിൻ്റെ പുറത്താക്കി ആ വാതിൽ അടക്കുകയാണ്. അവൾ അവിടെ നിന്ന് പോകുമ്പോഴായിരിക്കും അവിടേക്ക് ദമയത്ത് വരുന്നത്. നിങ്ങൾ വീണ്ടും വഴക്കിട്ടല്ലേ? നിന്നെ ഒരുപാട് കാലമായി ഞാനൊന്ന് സന്തോഷമായിട്ട് കണ്ടിട്ട്. എന്തായാലും നീ ഇനി പേടിക്കണ്ട. നീയും എൻ്റെ ചേട്ടനും കൂടി ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവല്ലേ? അതെല്ലാം നന്നായി വരട്ടെ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും നീ എൻ്റെ കൂടെ പുറത്തു വാ. നീ ഇങ്ങനെ ഇവിടെ തന്നെ ഇരുന്നാൽ നിനക്ക് കൂടുതൽ ബോറടിക്കുകയുള്ളൂ. എങ്കിൽ ഞാനിപ്പോൾ പേഴ്സ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് അവിടേക്ക് അദേശും ജമാലും ആസ്ലിയും വരുന്നത്. അവരും 3 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജമാലിനൊരു കോൾ വരുന്നത്. ആ കോൾ ഷാഹിൻ്റെതായിരിക്കും. ഹൈദറും അവൻ്റെ ആൾക്കാരെല്ലാം എൻ്റെ പിറകെ തന്നെ കൂടിയിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അവരെന്നെ പിടിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ ജമാലിന് നല്ല ദേഷ്യം വരും. നിന്നോട് ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇരുന്നാൽ പോരായിരുന്നോ? എന്തിനാണ് നീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്? ഇതെല്ലാം കേൾക്കുമ്പോൾ അദേശ് അവനോട് പറയും, ചിലപ്പോൾ അവർ നെർവസ് ആയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ജമാൽ പറയും, നീ ഞാൻ പറയുന്ന സ്ഥലത്ത് നിന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ജമാൽ അവിടേക്ക് പോകും. അതിനുശേഷം ആസ്ലിയും അദേശും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടേക്ക് മേജനും ദമയത്തും കൂടി വരുന്നത്. ഇത് കാണുമ്പോൾ അദേശ് അവളോട് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കും. മേജൻ പറയും, ഞാനിവളുടെ കൂടെ കാപ്പി കുടിക്കാൻ വേണ്ടി പോവാണ്. നിന്നോട് ഞാൻ കുറച്ച് ജോലികളെല്ലാം ചെയ്യാൻ പറഞ്ഞിരുന്നു, അതെല്ലാം ചെയ്തു കഴിഞ്ഞോ? ഇത് കേൾക്കുമ്പോൾ മേജൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയും. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പോരെ കോഫി കുടിക്കാൻ പോവല്? ഇത് കേൾക്കുമ്പോൾ മേജൻ ദമയത്തിനോട് പോകാൻ പറയും, നമുക്ക് പിന്നീട് ഒരിക്കൽ കാപ്പി കുടിക്കാൻ പോവാം. അങ്ങനെ അദേശ് പറഞ്ഞ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മേജന് പെട്ടെന്ന് നസീറിന്റെ കോൾ വരുന്നത്. നീ ദമയത്തിനെ കണ്ടോ? അവളെ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല. എത്ര നേരമായിട്ടും അവൾ വീട്ടിൽ വന്നിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, ഇത്രയും നേരം അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം അവൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അവളുടെ ബാറ്ററി ഡെഡ് ആയിട്ടുണ്ടാവും, അതായിരിക്കും അവൾ ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ. നിങ്ങൾ പേടിക്കാതിരിക്കും. മേജൻ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ വെറുതെ വിളിച്ച് ശല്യം ചെയ്യാൻ വേണ്ടിയല്ല. അവളെ കാണാതായപ്പോൾ ടെൻഷനായി വിളിച്ചതാണ്. ഇത് കേൾക്കുമ്പോൾ മേജൻ, അതൊന്നും കുഴപ്പമില്ല, സാരല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മേജൻ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? അപ്പോഴാണ് മേജന്റെ കയ്യിലിരിക്കുന്ന ഫയൽ താഴെ വീഴുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അദേശ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദേശ് അവൾക്ക് ആ ഫയൽ എടുത്തു കൊടുക്കും. അവൾ അദേശിനെ പെട്ടെന്ന് നോക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ ചെവിയിലിരിക്കുന്ന ആ ഫോണും താഴേക്ക് വീഴാൻ പോവായിരിക്കും. അതും അദേശ് വേഗം എടുത്ത് അവളുടെ കയ്യിൽ തന്നെ കൊടുക്കും. അതിനുശേഷം അവൾ ഫോണിൽ നസീറിനോട് പറയും, ശരി എന്നാൽ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. അത് കാണുമ്പോൾ അദേശ് അവളെ തടഞ്ഞിട്ട് ചോദിക്കും, ആരായിരുന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇതെന്ത് കഷ്ടമാണ്, നിങ്ങൾ പറഞ്ഞ ജോലിയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് പോകാൻ അയച്ചൂടെ? നീ ഞാൻ പറഞ്ഞ ആ പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞോ? സത്യം പറഞ്ഞാൽ അതിനെനിക്ക് സമയമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ കൈയിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ, ഇത് വെച്ച് ഞാൻ എങ്ങനെ ചെയ്യാനാ? ഓ, അപ്പം ഞാൻ പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ട് നിനക്ക് ഉണ്ടാക്കാൻ വയ്യ, പക്ഷേ എൻ്റെ പിറകിൽ നിന്ന് എനിക്കെതിരെ കളിക്കുന്ന നിനക്ക് ഭയങ്കര ഉത്സാഹമാണല്ലോ. ഇത് കേൾക്കുമ്പോൾ ഇനി വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ച് മേജൻ പറയും, ശരി ഞാൻ എന്നാൽ എൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് വരാം. ഇത് കേൾക്കുമ്പോൾ അദേശ് പറയും, വേണ്ട, എൻ്റെ അടുത്ത് ഇപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവരവിടെ ഇരുന്ന് വർക്ക് ചെയ്യായിരിക്കും. അവർ രണ്ടുപേരും റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് മേജന് പെട്ടെന്ന് ദമയത്തിൻ്റെ മെസ്സേജ് വരുന്നത്. ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ വെറുതെ എന്നെക്കുറിച്ച് ആലോചിച്ച് പേടിച്ചാണ് നിനക്ക് വിളിച്ചത്, നീ അത് കാര്യമാക്കണ്ടെന്ന് മേജനോട് അവൾ പറയും. ഇതെല്ലാം കാണുമ്പോൾ മേജനും ചിരി വന്നുകൊണ്ട് ആ ഓക്കെ ശരി എന്ന് അവൾക്ക് മെസ്സേജ് അയക്കും. മേജൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നത് കാണുമ്പോൾ അദേശിന് അത്ര പിടിക്കുന്നില്ല. അതെ, നിന്റെ ചിരിയും കളിയെല്ലാം കഴിഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് തന്നെ തിരിച്ചു വരാമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾ അതവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാണ്. അപ്പോഴാണ് അദേശിനെ ജമാലെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ മേജൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കുകയായിരിക്കും. അപ്പോഴാണ് അവൾ പെട്ടെന്ന് അവളുടെ അമ്മയുടെ സൗണ്ട് പുറത്തുനിന്ന് കേൾക്കുന്നത്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇതെല്ലാം മുറാത്തിന്റെ ഡ്രസ്സാണ്. ഇതെല്ലാം കേട്ട് ടെൻഷനായി മേജൻ വേഗം അവിടേക്ക് പോയി നോക്കും. അപ്പോഴാണെങ്കിൽ മുസൈനും ആസ്ലിയും മുറാത്തിന്റെ എല്ലാ ഡ്രസ്സും എടുത്ത് കത്തിക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കും. ഇതെല്ലാം കണ്ട് മേജന്റെ അമ്മ ആകെ പിടിയിട്ട് നിൽക്കുകയാണ്. മേജൻ അവരോട് പറയും, അമ്മേ നിങ്ങൾ പേടിക്കണ്ട, മുറാത്തിന്റെ ഡ്രസ്സുകളെല്ലാം എവിടുന്ന് പോയിന്ന് വിചാരിച്ച് അവന്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അവൻ എപ്പോഴും നമ്മുടെ മനസ്സിലാണുള്ളത് എന്ന് പറഞ്ഞ് മേജൻ അവരുടെ കയ്യിൽ നിന്ന് ആ ലെറ്റർ വാങ്ങി ഒരുപാട് വിഷമത്തോടു കൂടി തന്നെ
അവൻ്റെ ഡ്രസ്സുകളെല്ലാം അവൾ കത്തിച്ച് കളയാണ്. ഇതെല്ലാം കണ്ട് അദേശം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഒടുവിൽ മേജനും അദേശം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്നും പോവും. മുറാത്തിന്റെ സാധനങ്ങളെല്ലാം അവിടെ കത്തി ചാമ്പലായിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നും അവൾക്കൊരു ഫോട്ടോ കിട്ടും. അതെടുത്തോണ്ട് അവൾ പറയും, ഇത് ഒരുപാട് ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് മുറാത്തിന്റെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ ആണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവന് ചോക്ലേറ്റിന്റെ കേക്കായിരുന്നു ഇഷ്ടം, എനിക്കാണെങ്കിൽ സ്ട്രോബെറി കേക്കും. പക്ഷെ അന്ന് ബർത്ത്ഡേക്ക് കൊണ്ടുവന്നത് സ്ട്രോബെറി കേക്കായിരുന്നു. ഇതെല്ലാം കണ്ട് മുറാത്തിന് അന്ന് നല്ല ദേഷ്യം പിടിച്ചിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് മേജന്റെ ഫേവറേറ്റ് കേക്കാണോ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ്. ഇതെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഫോട്ടോ കാണുമ്പോൾ അദേശിൻ്റെ കണ്ണ് നിറഞ്ഞു പോവാണ്. അവൻ അവളുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ മേടിച്ച് അതിലേക്ക് നോക്കുമ്പോൾ അതിൽ അവനും അവൻ്റെ സഹോദരി എയിലും നിൽക്കുന്നത് കാണും. ഇത് കാണുമ്പോൾ അവൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുകയാണ്. മുറാത്തിൻ്റെ ബർത്ത്ഡേ ആയ സമയത്ത് അവരും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മേജനും മുറാത്തും ഒരുപാട് സന്തോഷമായിട്ട് തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അദേശും എയിലും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് മേജൻ എയിലിനെ പിടിച്ച് അവളുടെ കൂടെ ഡാൻസ് കളിക്കാൻ വിളിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന നിർമ്മിൻ വേഗം വന്ന് എയിലിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ്. നീ എന്തിനാണ് ഇവരുടെ കൂടെയൊക്കെ ഡാൻസ് കളിക്കുന്നത്? ഇവരെല്ലാം മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ട് അവൾ ഏലുവിനെ അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോകും. ഇതെല്ലാം കണ്ട് അദേശം നല്ല വിഷമാവുന്നുണ്ടായിരുന്നു. അവൻ വീണ്ടും ഏലുവിനെ തന്നെ ചേർത്ത് പിടിച്ച് അവരെ തന്നെ നോക്കി നിൽക്കും. ഇതെല്ലാം കഴിഞ്ഞ് മുറാത്ത് അവൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ ഏലുൽ അവനോട് ചോദിക്കും, ചേട്ടാ നമുക്കെന്താണ് ഇതുപോലെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്? പക്ഷേ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ അദേശിൻ്റെ കയ്യിൽ ഒരു ഉത്തരവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏലുലിനെയും ചേർത്ത് പിടിച്ച് അവൻ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം ആ ഫോട്ടോയിൽ കാണുന്നുണ്ട്. അതെല്ലാം ആലോചിച്ച് അദേശം നല്ല വിഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ മേജൻ റെഡി ആവുന്നതാണ്. അദേശ് വന്ന് വാതിൽ തട്ടും. എത്ര നേരമായി നീ കയറിയിരിക്കുന്നത്? ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാനിപ്പോൾ കയറിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വല്ല ബാത്റൂം യൂസ് ചെയ്തോ. നീ കയറിയിട്ടേ മണിക്കൂറുകളായി. ഒന്ന് വേഗം ഇറങ്ങുന്നുണ്ടോ? ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഇത്ര ടൈം വേണോ? ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ വന്ന് കയറണമായിരുന്നു. ഇതിപ്പോൾ ഞാൻ എന്തായാലും ചേഞ്ച് ചെയ്യാൻ വേണ്ടി കയറിയില്ല. ഇനി എൻ്റെ അത് കഴിയാതെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങുക എന്നും പറഞ്ഞ് അവൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അവൾ നല്ല റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായി ഒരുങ്ങി അവിടെ നിന്നും പുറത്തേക്ക് വരും. ഇത് കാണുമ്പോൾ അദേശ് ആകെ ഷോക്കായി അവളെ തന്നെ നോക്കുകയാണ്. അല്ല മേജൻ, നീ ഇത് എവിടേക്കാണ് പോകുന്നത്? എവിടേക്ക് പോകാൻ? ഓഫീസിലേക്ക് നീ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടാണോ പോകുന്നത്? അതിനിപ്പോൾ എന്താ, ഈ ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ലേറ്റ് ആവുന്നുണ്ടെന്നല്ല പറഞ്ഞത്, വേഗം പോയി മാറ്റാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ അദേശ് പറയും, നീ ഇപ്പം എൻ്റെ കൂടെയാണ് പോകാൻ നിൽക്കുന്നത്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് അവൻ റെഡി ആവാൻ പോകും. അങ്ങനെ ഓഫീസിലെത്തിയ മേജൻ നേരെ അവളുടെ ക്യാബിനിലേക്ക് പോകാൻ നിൽക്കുകയായിരിക്കും. അദേശ് അവളെ തടഞ്ഞിട്ട് പറയും, നീ എവിടേക്കാണ് പോകുന്നത്? ഇന്ന് നീ എൻ്റെ ക്യാബിനിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി. ഇത് കേൾക്കുമ്പോൾ മേജൻ അതിന് സമ്മതിക്കുന്നില്ല. പക്ഷേ അവൻ അവളെ കൊണ്ട് അവൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു കസേരയിൽ കൊണ്ട് ഇരുത്തുകയാണ്. അവിടെയും ഇതേ ടേബിൾ, ഇതേ ചെയർ, എവിടെയാണെങ്കിലും നിനക്ക് വർക്ക് ചെയ്താൽ പോരെ, അപ്പം നീ ഇവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്തോ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യായിരിക്കും. അപ്പം അദേശ് അവളോട് പറയും, എനിക്കിപ്പോൾ ഒരു കോഫി വേണം, വേഗം പോയി ഉണ്ടാക്കി കൊണ്ടുപോവാ. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, ഇവിടെ ഞാനാണ് നിങ്ങൾക്ക് കോഫി ഉണ്ടാക്കി തരുന്നത്, നിങ്ങൾക്ക് ഇവിടെ കുറേ ആൾക്കാരില്ലേ, അവരോട് പറഞ്ഞൂടെ, ഞാനിപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇത് കേൾക്കുമ്പോൾ അദേശ് പറയും, നിന്നോട് ഞാൻ ഇങ്ങോട്ടൊന്നും പറയാൻ പറഞ്ഞില്ലല്ലോ, എനിക്കൊരു കോഫി വേണമെന്ന് ഞാൻ പറഞ്ഞോളൂ, വേഗം അത് പോയി ഉണ്ടാക്കി കൊണ്ടുപോവാ. അങ്ങനെ മേജന് വേറെ വഴിയൊന്നുമില്ലാതെ അവന് കോഫി കൊണ്ടുവരാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടെ ദമയത്തിനെ കാണിക്കുന്നത്. നസീറിന്റെ കെയർ ഓഫിൽ അവളും അവിടെ ജോലിക്ക് കയറിയിട്ടുണ്ടാവും. കോഫി കൊണ്ടുവരുന്ന വഴി അവൾ ദമയത്തിനും നസീറിനെയും കാണും. ദമയത്തിനെ കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവും. നീ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാണല്ലേ. അങ്ങനെ അവർ മൂന്നുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടേക്ക് അദേശ് വരുന്നത്. മേജന്റെ അടുത്ത് നസീർ നിൽക്കുന്ന കാണുമ്പോൾ അവനത് തീരെ പിടിക്കുന്നില്ല. അവൻ മേജനോട് വന്ന് പറയും, നീ എനിക്ക് കോഫി കൊണ്ടുവരാൻ വേണ്ടി പോയതല്ലേ, ഇപ്പതാ ഈ നിന്റെ കയ്യിലിരിക്കുന്ന കോഫി എല്ലാം തണുത്ത് പോയിട്ടുണ്ടാവും, വേഗം എൻ്റെ ക്യാബിനിൽ കൊണ്ട് വെക്കാൻ നോക്ക്. അങ്ങനെ മേജൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അദേശം നസീറിനോട് സംസാരിക്കും, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടേക്ക് വരരുതെന്ന്, പിന്നെ എന്തിനാണ് നീ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങോട്ട് തന്നെ കയറി വരുന്നത്? നസീർ പറയും, നീ ഒരു കാര്യം മറന്നുപോയോ, ഞങ്ങളിപ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ അദേശ് പറയും, എങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് നിനക്ക് ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല, പിന്നെന്തിനാണ് വെറുതെ നീ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നത്? ഇത് കേൾക്കുമ്പോൾ നസീർ അവനോട് പറയും, ഞാനിപ്പോൾ മേജന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, അത് തന്നെ എനിക്ക് വലിയൊരു ലാഭമാണെന്ന് പറഞ്ഞ് നസീർ അവിടെ നിന്നും പോകും. അതിനുശേഷം അദേശ് മേജന്റെ അടുത്തേക്ക് വരും. അവിടെ ഒരുപാട് സമയം അദേശ് മേജനും ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. നമ്മളിപ്പോൾ കുറേ ടൈമായില്ലേ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതെല്ലാം കഴിഞ്ഞില്ലേ എന്ന് മേജൻ അവനോട് ചോദിക്കും. അതെ, ഇപ്പം തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് അദേശ് അവിടെ നിന്നും പോകാൻ നിൽക്കായിരിക്കും. മേജൻ പറയും, അല്ല എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, എനിക്ക് വേറൊരു വർക്ക് ഉണ്ട്, അതായത് എനിക്ക് നസീറുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ഓ അങ്ങനെയാണോ, എങ്കിൽ നിനക്ക് ഇതിനോട് കുറച്ച് നേരത്തെ പറയായിരുന്നല്ലോ, ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോകാനുണ്ട്, അതുകൊണ്ട് നീ വേഗം എൻ്റെ കൂടെ വരാൻ നോക്കുമെന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് അവൻ അവിടെ നിന്ന് അവളെ കൊണ്ടുപോകും. അങ്ങനെ അവരുടെ ജോലികളെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുമായിരിക്കും. അപ്പോഴാണ് മുസൈൻ അദേശിനോട് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും നല്ല സമയത്താണ് വന്നിരിക്കുന്നത്, നമ്മളെ കാത്ത് ഒരു അതിഥി വരാനിരിക്കുന്നുണ്ട്. ഏത് അതിഥി എന്ന് അദേശ് അവരോട് ചോദിക്കുമ്പോൾ അവിടേക്ക് കറക്റ്റ് സമയത്തിന് നസീറും ദമയത്തും അങ്ങോട്ട് വരികയാണ്. നസീർ വിളിച്ചോണ്ട് അങ്ങോട്ട് വരുന്നത് കാണുമ്പോഴേ അദേശിന് ദേഷ്യം വന്നിട്ടുണ്ടാവും. നിന്നെയൊക്കെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചത്? പലതവണ ഞാൻ നിന്നോട് വാൺ ചെയ്തല്ലേ ഇവിടേക്ക് വരരുതെന്ന്. ഇത് കേൾക്കുമ്പോൾ മുസൈൻ പറയും, അവനെ വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് വിളിച്ചത്. അതെ,
എന്നെ നിന്റെ ആൻറ്റി തന്നെയാണ് വിളിച്ചത്. അവർ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ തുടക്കം വളരെ മോശമായിട്ടായിരുന്നു, പക്ഷേ എങ്കിലും അതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയല്ലേ, അല്ലേ മേജൻ എന്ന് പറഞ്ഞ് നസീർ അവൾക്ക് കൈ കൊടുക്കാൻ നിൽക്കുമായിരിക്കും. മേജനും അവനക്ക് തിരിച്ച് കൈ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും ആദേശ് അവൾ അവിടെ നിന്ന് പിടിച്ചു മാറ്റും. പക്ഷെ നസീർ ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ വീണ്ടും അവന്റെ കൈ കൊണ്ട് മേജന്റെ അടുത്തേക്ക് വരുമായിരിക്കും. ഇത് കാണുമ്പോൾ ആദേശിന് നല്ല ദേഷ്യം പിടിച്ച് അവന്റെ കൈ അവിടെ നിന്ന് തട്ടി മാറ്റും. ഇത് നോക്കാദേശ്, ഞാനിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നൊന്നും അല്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്ത് ഒന്ന് ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി വന്നതാ. പിന്നെ നിനക്കറിയാലോ മേജന്റെ കാര്യം, അതെനിക്ക് അങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റില്ലെന്നേ. ഇത് കേൾക്കുമ്പോൾ ആദേശിന്റെ ദേഷ്യം ഇരട്ടിക്കുകയാണ്. അവരെ സൽക്കരിച്ച് വെച്ചിരിക്കുന്ന ആ ഫുഡെല്ലാം ഒറ്റയടിക്ക് അവിടെ നിന്ന് എല്ലാം താഴേക്കിടുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ എല്ലാവരും ഷോക്കായി പോവും. നോക്ക്, ഇവിടെ നിന്നെ ആരും സൽക്കരിക്കാൻ പോകുന്നില്ല. മര്യാദക്ക് എൻ്റെ കൺമുന്നിൽ നിന്ന് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇത് കേൾക്കുമ്പോൾ ദമയത്താകെ പേടിച്ച് അവനെയും കൊണ്ട് അവിടെ നിന്നും പോവും. അതിനുശേഷം അവൻ ആസ്ലിയോടും മുസൈനോടും എന്നെ വർക്കിംഗ് റൂമിൽ വെച്ച് കാണണം എന്ന് പറഞ്ഞ് അവരോട് അവിടെ നിന്ന് പോകാൻ പറയും. നിങ്ങളെല്ലാം ഇവിടെ എന്ത് നോക്കി നിൽക്കുകയാണെന്ന് ഹൈദറിനോടും നിർമ്മയോടും ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ അവരവിടെ നിന്ന് പോവും. അങ്ങനെ ആദേശ് അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോകാൻ നിൽക്കുമ്പോൾ മേജൻ അവൻ്റെ മുന്നിൽ നിന്ന് നിൽക്കും. നോക്കാദേശ്, നിങ്ങളിപ്പോൾ ഒരുപാട് ദേഷ്യം പിടിച്ചിരിക്കുകയെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവനെ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയുന്നതാണ്. നിങ്ങളെന്തിനാണ് അവനോട് ഇപ്പോൾ ദേഷ്യം പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനെല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വന്നതല്ലേ. ഒരു സെക്കൻഡ് ചാൻസ് അവൻ അർഹിക്കുന്നില്ലേ? നിങ്ങൾക്കത് കൊടുത്തൂടെ? ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ദേഷ്യം വരും. അവൻ അവളെ പിടിച്ചുകൊണ്ട് പറയും, നീ ആ മനുഷ്യന് വേണ്ടി എന്നോട് വാദിക്കുകയാണോ? ഞാൻ ആർക്ക് വേണ്ടി വാദിക്കുന്നതല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്ന് കേട്ടൂടെ? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നീ എൻ്റെ ഭാര്യയാണ്, അവനെന്തിനാണ് നിന്നെ തൊടാൻ നിൽക്കുന്നത്? അതൊരിക്കലും ഞാൻ സമ്മതിച്ചു തരില്ല. ആദേശ്, ഞങ്ങൾ രണ്ടുപേരും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അതുമല്ല ഒരു കമ്പനിയിലാണ് വർക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടിയും കാണേണ്ടിയും ഒക്കെ വരും. ഇത് കേൾക്കുമ്പോൾ ആദേശ് അവളോട് പറയും, അങ്ങനെയാണെങ്കിൽ നീ ഇനി കമ്പനിയിലേക്ക് പോകണ്ട. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നീ ഇപ്പോൾ കേട്ട തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കിതുപോലെ കാണേണ്ടിയും സംസാരിക്കേണ്ടിയും വരുന്നുണ്ടെങ്കിൽ നീ ഇനി കമ്പനിയിലേക്ക് പോകണ്ട. അവനവിടെ ഉള്ളിടത്തോളം കാലം നീ ഇവിടെ തന്നെ നിന്നാൽ മതി. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, ഇല്ല ആദേശ്, അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. എന്നോട് ജോലിക്ക് പോകേണ്ടെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നീ അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ദേഷ്യം പിടിച്ചിറങ്ങിപ്പോകും. ആദേശ് നേരെ മുസൈൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നിങ്ങളാണല്ലേ അവനെ വിളിച്ചത്? നിങ്ങൾ എന്തിനാണ് നമ്മുടെ ശത്രുവിനെ തന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്? നിങ്ങൾക്കറിയുന്നതല്ലേ എനിക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇത് കാണുമ്പോൾ മുസൈൻ പറയും, അതെ, ഞാൻ തന്നെയാണ് അവനെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അതിന് നീ എന്തിനാണ് ഇത്രയധികം ദേഷ്യം പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ ശത്രു നസീർ അല്ല, അത് ആ ഹൈദറും അവളുടെ മകളും അവളുടെ ഫാമിലിയാണ്. എന്നിട്ട് നീ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവനോട് ദേഷ്യപ്പെടുന്നു. ഈടായിട്ട് നിനക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതന്നെ ഇല്ല. ശരിയാണ്, ഞാനിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ നസീർ അല്ല നമ്മുടെ ശത്രു, ഹൈദറാണെന്നുള്ള കാര്യം നീ മറന്നു പോയരുത്. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൻ അവരോട് പറയും, അതിന് ഞാൻ ആരെയും ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നൊന്നുമില്ല. ആ നസീർ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് മര്യാദക്ക് പ്രതികാരം ചെയ്യാൻ കഴിയില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് നമ്മൾക്കെതിരെ കളിക്കാൻ തുടങ്ങും. അതിനാണ് ഞാൻ നസീറിനെ ഇവിടെ നിന്ന് മാറ്റാൻ നോക്കുന്നത്, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല. ഇനി മേലിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ വാൺ ചെയ്യാണ് എന്ന് പറഞ്ഞ് ആദേശ് അവിടെ നിന്ന് പോവും. നസീറും ദമയത്തും പുറത്തുതന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് മേജൻ അവരുടെ അടുത്തേക്ക് വന്ന് അവിടെ നടന്നതിനെല്ലാം അവൾ മാപ്പ് പറയാണ്. ഇത് കാണുമ്പോൾ നസീർ അവരോട് പറയും, വേണ്ട മേജൻ, നീ ഞങ്ങളോട് മാപ്പൊന്നും പറയണ്ട. നിനക്കിങ്ങനെ കുറ്റബോധം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്റെ മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ. എന്തായാലും ഞങ്ങൾ പോവാം. ഇനി ഞങ്ങളോട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാവും എന്ന് പറഞ്ഞ് നസീർ അവിടെ നിന്ന് പോകാൻ നിൽക്കായിരിക്കും. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവൻ തിരിഞ്ഞിട്ട് അവളോട് പറയും, പിന്നെ ആദേശ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു. ഞങ്ങളൊരിക്കലും അവനോട് പറയാതെ അവൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, എന്തൊക്കെ പറഞ്ഞാലും അവരിന്ന് അവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ മോശമായി പോയി. ഒരിക്കലും ആരും ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പാടില്ല. അവരിന്ന് തന്നെ ഓഫീസിൽ നിന്നും പറഞ്ഞയച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് ഓഫീസിലേക്കും വരാൻ പാടില്ല എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് ആദേശ് വരുന്നുണ്ട്. ആദേശിനാണെങ്കിൽ മേജൻ്റെ അടുത്ത് നസീർ നിൽക്കുന്നത് കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. മേജൻ പറയും, എനിക്കാകെ ഉണ്ടായിരുന്നത് എൻ്റെ ജോലിയാണ്, ഇപ്പം എന്തായാലും അതും പോയി കിട്ടി. ഇതെല്ലാം കേൾക്കുമ്പോൾ നസീർ അവളെ സമാധാനിപ്പിക്കാനായി അവളുടെ ഷോൾഡർ തട്ടിക്കൊണ്ട് പറയും, എല്ലാം ശരിയാവും, ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ. ഇതും കൂടി കാണുമ്പോൾ ആദേശിന്റെ കൺട്രോൾ വിട്ട് അവൻ മേജന്റെ അടുത്തേക്ക് വരായിരിക്കും. എടാ, മര്യാദക്ക് അവളുടെ മേത്തുനിന്ന് കൈയെടുത്തോ എന്ന് പറഞ്ഞ് അവൻ ചെല്ലാൻ നിൽക്കുമ്പോഴേക്കും ജമാൽ അവനെ തടയും. എൻ്റെ പൊന്നു മോനെ, നീ ഇപ്പോൾ അടങ്ങിയിരിക്കുന്നതാണ് നല്ലത്. അവരെന്തായാലും പോകാൻ നിൽക്കല്ലേ, അവർ വേഗം പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ജമാൽ അവനെ തടയും. അതുകൊണ്ട് തന്നെ ആദേശ് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ പിടിച്ചു വെച്ച് നിൽക്കും. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് മേജൻ തിരിഞ്ഞു നടക്കുമ്പോഴാണ് ആദേശ് മേജനെ നോക്കി നിൽക്കുന്നത് കാണുന്നത്. മേജൻ കണ്ടെന്നറിയുമ്പോൾ ആദേശ് വേഗം അവിടെ നിന്ന് പോകാൻ നിൽക്കും. പക്ഷേ മേജൻ അവൻ്റെ പിറകെ തന്നെ പോകും. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല, ഞാൻ പറയാനുള്ളതെല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ നിൽക്കായിരിക്കും. അപ്പം മേജൻ പറയും, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളോട് സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അവൾ ഉള്ളിലേക്ക് കയറിപ്പോകും. ആദേശിനാണെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നസീറും മേജനും കൂടി അടുത്ത് നിൽക്കുന്ന ആ ഒരു കാര്യമാണ് അവനക്ക് ഓർമ്മയുള്ളത്. അതുപോലെ തന്നെ അവൻ്റെയും മേജൻ്റെയും കാര്യം തന്നെ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ബോക്സിംഗ് ചെയ്യുമ്പോഴും ജമാലോട് സംസാരിച്ചിരിക്കുമ്പോഴും സ്വിമ്മിങ് ചെയ്യുമ്പോഴും എല്ലാം അവൻ്റെ മനസ്സിൽ മേജൻ്റെ മുഖം മാത്രമാണ് വരുന്നത്. ഇതെല്ലാം ആലോചിച്ച് അവനാകെ ഭ്രാന്ത് പിടിക്കുകയാണ്. അങ്ങനെ അവൻ റൂമിലേക്ക് വരുമ്പോൾ മേജൻ അവനെ തന്നെ കാത്ത് അവനോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടാവും.
എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് കേട്ടിട്ട് നിങ്ങൾ ഉറങ്ങിയാൽ മതി. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, എനിക്കിപ്പോൾ നല്ല ഉറക്കം വന്നിരിക്കുകയാണ്, ഞാൻ ഉറങ്ങാൻ പോവാണ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനും കേൾക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ കിടക്കും. അല്ല, അതെങ്ങനെ ശരിയാവും? നിങ്ങൾ പറയുമ്പോൾ അതെല്ലാം ഞാൻ കേട്ട് നിന്നില്ലേ? അതുപോലെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്കൊന്നും പറയാനെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ. നോക്ക്, എനിക്ക് ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീമാണ്. അതെനിക്ക് ഒരിക്കലും വിടാൻ കഴിയില്ല. എൻ്റെ കയ്യിൽ നിന്നും ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഇനി എൻ്റെ ജോലി കൂടി എൻ്റെ അടുത്ത് നിങ്ങൾ തട്ടിയെടുക്കരുത്. ഇതെല്ലാം കേട്ടിട്ടും ആദേശ് ഒന്നും മിണ്ടാതിരിക്കും. എനിക്കറിയാം നിങ്ങൾ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടൊന്നുമില്ല. മര്യാദക്ക് ഞാൻ ചോദിച്ചതിന് റിപ്ലൈ തന്നോ? ഇത് കേൾക്കുമ്പോൾ അവൻ പറയും, എനിക്ക് പറയാനുള്ള കാര്യമെല്ലാം എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണല്ലോ, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നീ വേഗം പോയി കിടന്നുറങ്ങിക്കോ. ഇത് കേൾക്കുമ്പോൾ മേജന് നല്ല ദേഷ്യം വരും. ഇവനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവൾ അവിടെ കിടന്നുറങ്ങും. അടുത്ത ദിവസം രാവിലെ തന്നെ ആദേശ് എഴുന്നേൽക്കുമ്പോൾ മേജൻ എഴുന്നേറ്റിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ അവൻ അവളോട് പറയും, നീ എന്തിനാണ് ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റത്? നിനക്ക് ജോലിയൊന്നുമില്ലല്ലോ, നീ ഇത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ മേജന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ആദേശ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൻ ഓഫീസിലേക്ക് പോയെന്ന് വിചാരിച്ച് മേജൻ വേഗം റെഡിയായി ഒരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ആദേശ് വരുന്നത്. നീ എവിടേക്കാണ് പോകുന്നത്? അത് ഞാൻ എന്തിനാണ് നിന്നോട് പറയുന്നത്? തീർച്ചയായിട്ടും നീ അത് എന്നോട് പറഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞതല്ലേ, നിനക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ എൻ്റെ പെർമിഷൻ്റെ ആവശ്യമുണ്ട്. ഞാൻ വെറുതെ പെർമിഷൻ ചോദിച്ചിട്ടെന്താ? നീ എന്നെ എവിടേക്കും പോകാൻ സമ്മതിക്കില്ലല്ലോ, പിന്നെ എന്തിനാണ് വെറുതെ പെർമിഷൻ ചോദിക്കുന്നത്? അപ്പോഴാണ് അവിടേക്ക് നസീർ അവൻ്റെ കാറിൽ വരുന്നത്. ഇത് കാണുമ്പോൾ അദ്ദേഹം നല്ല ദേഷ്യം വരും. അവൻ്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടാവും. എനിക്കറിയാം ഞാൻ ഇവിടെ വരുന്നത് നിനക്ക് തീരെ ഇഷ്ടമല്ലാന്ന്. പിന്നെ എന്തിനാടാ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നോക്കാദേശ്, ഞാൻ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വന്നത്. ഇന്നലെ നടന്ന കാര്യത്തിന് ക്ഷമ ചോദിക്കാനാണ്. എനിക്കറിയില്ലായിരുന്നു മുസൈൻ നിങ്ങളോട് ചോദിക്കാതെയാണ് എന്നെ വിളിച്ച കാര്യം. അതറിയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് പറയും, കഴിഞ്ഞോ നിന്റെ പ്രഹസനമൊക്കെ? അപ്പം നസീർ പറയും, ഇതാ മേജൻ, ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. കുറച്ച് സ്വീറ്റ്സ് ആണ്, നിൻ്റെ ഫേവറേറ്റ് ഡെസേർട്ടാണ് ഇതിലുള്ളത്. ഈ സ്വീറ്റ്സ് എല്ലാം കഴിച്ച് നിൻ്റെ സംസാരം വളരെ സ്വീറ്റ് ആവും. ഇത് കേൾക്കുമ്പോൾ ആദേശ് അവളെ തന്നെ നോക്കി നിൽക്കും. അവൾക്കത് വാങ്ങണോ വേണ്ടയോ എന്ന് തോന്നിപ്പോവും. പിന്നെ നസീർ ഇത്രയും സന്തോഷത്തോടെ തരുന്നതുകൊണ്ട് തന്നെ അവളത് മേടിക്കാൻ നിൽക്കും. ഇത് കാണുമ്പോൾ ആദേശ് അവളെ കൈ പിടിച്ച് തടയും. എടാ നസീറെ, ഈ സ്വീറ്റ് ഒന്നും കഴിക്കാതെ തന്നെ എനിക്ക് നന്നായിട്ട് സ്വീറ്റായിട്ട് സംസാരിക്കാൻ അറിയാം. അത് കേട്ടാൽ പോരെ തൽക്കാലം ഇപ്പം നിനക്ക് എന്നും പറഞ്ഞ് അവൻ മേജൻ്റെ കൈ പിടിച്ച് അവിടെ നിന്ന് അവളെ കൊണ്ടുപോകും. അവളെ നേരെ അവൻ്റെ കാറിലിരുത്തി അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകും. ഇതെല്ലാം കാണുമ്പോൾ നസീറിന് നല്ല ദേഷ്യം വരികയാണ്. അവൻ ആ ഡെസേർട്ട് അവിടെ വലിച്ചെറിയാണ്. ഇതെല്ലാം ദൂരെ നിന്നുകൊണ്ട് ആസിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതോടുകൂടി അറഫ്ത സീരീസിലെ 14ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ ഒരു റെഡ് ഹാർട്ടായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.